അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് പള്ളിയിലേക്ക് കയറുന്ന സന്ദർഭത്തില് ഇമാം റുക്കൂലാണ്, ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇമാം റുക്കൂലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇമാമിനോട് കൂടി റുക്കൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ റക്അത്ത് കിട്ടി. റുക്കൂ ഫഖദ് അദ്റക റക്അ. ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ പള്ളിയിലേക്ക് കയറി സൊഫിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് റുക്കൂലേക്ക് പോകേണ്ടത്. ചില ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ആ റക്അത്ത് നഷ്ടപ്പെടുത്തേണ്ട എന്നുള്ള താല്പര്യം കാരണം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വേഗം റുക്കൂലേക്ക് പോകും, തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാതെ. എന്താണ് ഹുക്മ്? നിസ്കാരം ബാത്തിലാവുകയാണോ? അല്ല, നിസ്കാരം ഇവിടെ ആരംഭിച്ചിട്ടില്ല. മുഫ്തതിഹത്തുൻ ബിത്തക്ബീർ വമുഖ്തതിമത്തുൻ ബിത്തസ്ലീം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടും ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, നിസ്കാരാവുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് അല്ലാഹു അക്ബർ, ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക, പിന്നെ അല്ലാഹു അക്ബർ എന്ന് റുക്കൂലേക്ക് പോകുക. അല്ലാഹു അക്ബർ പറഞ്ഞിട്ടോ പറയാതെയോ റുക്കൂലേക്ക് പോവാ എങ്കിൽ മാത്രമാണ് ആ റക്അത്ത് ലഭിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.